ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സെപ്റ്റി ടാങ്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ചെറിയൊരു വീഡിയോ ആയിരിക്കും, വലിയ ലെങ്ത് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈറ്റിലെ പ്ലംബിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മളിതിൽ പറയുന്നു കേട്ടോ. ജസ്റ്റ് നിങ്ങളെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ ചാമ്പർ വരുന്നത് കേട്ടോ. അതായത് ഇവിടുന്ന് 5 പൈപ്പാണ് ഈ സെപ്റ്റി ടാങ്കിലേക്ക് ഇട്ടിരിക്കുന്നത്. അവിടുന്ന് വരുന്ന 2 സൈഡിൽ നിന്ന് വരുന്ന ബാത്റൂമിൽ നിന്ന് വരുന്ന 4-5 പൈപ്പ്, അവിടുന്ന് 2 ബാത്റൂം വരുന്നുണ്ട്. അവിടുന്നുള്ളതും ഈ സൈഡിൽ നിന്നുള്ള ബാത്റൂമിൽ നിന്ന് വരുന്നതും ഒക്കെ പാടെ ഇതിലേക്കാണ് വരുന്നത്. ടോട്ടൽ 4 ബാത്റൂമാണ് ടോട്ടലായിട്ട് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ 4 ബാത്റൂമുക്കുള്ള മെയിൻ ചാമ്പർ ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇവിടെ നമ്മൾ 4 പുറം കോൺക്രീറ്റ് ചെയ്ത് കണ്ടോ, ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ട് ഇതിൽ ചാമ്പറിൽ വെക്കുന്ന എക്സഷൻ വരുന്ന പീസുണ്ട്, PVC വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് നീട്ടിയിട്ട് പൊക്കിയിട്ട് നമ്മൾ ഇൻ്റർലോക്കിൻ്റെ ടോപ്പ് വരയ്ക്ക് ഇത് എത്തിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരാം. അപ്പോൾ ഇത് പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ സ്റ്റീം കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊന്ന് തേച്ച് ലെവലാക്കാണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേ ഇപ്പോൾ കാണുന്ന പോലെ ഉണ്ടോ, ഈ സെപ്റ്റി ടാങ്കിൻ്റെ പലരും പല ഇത് ചോദിക്കാറുണ്ട്. ശരിക്കുള്ളൊരു സെപ്റ്റി ടാങ്കിൻ്റെ ഒരു ഇത് ഞാൻ പറയുന്നത്, നമ്മൾ സാധാരണ ഒരു PVC സെപ്റ്റി ടാങ്ക് വെക്കുന്ന അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും സെപ്റ്റി ടാങ്ക് 3 അറയാണ് വരിക. 1, 2, 3. ഇത് 3ാമത്തെ അറ കേട്ടോ. ഇത് വലിപ്പമുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ അറ ഏകദേശം ഒരു 2.5 അടി വീതി വരുന്നുണ്ട്. ഇതിൻ്റെ 4 ഇഞ്ചിൻ്റെ സ്ലാബ് ഇട്ട് ഇറക്കി കൊടുത്തേക്കാണ്. അതായത് ഏകദേശം അടിഭാഗം എന്ന് പറയുന്നത് ഏകദേശം അളവ് എന്ന് പറയുന്നത് ഏകദേശം 5 അടിയോളം താഴ്ഭാഗത്തേക്ക് ഈ സ്ലാബ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 5 ഇഞ്ച് പൈപ്പാണ് നമ്മൾ ടോട്ടലായിട്ട് ഈ മെയിൻ ഹോളിൽ നിന്ന് വരുന്ന ഭാഗം കേട്ടോ. അത് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഏകദേശം ഒരു 6 ഇഞ്ചോളം നമ്മൾ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. 5 ഇഞ്ച് പൈപ്പ്. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എഞ്ചിനീയർ പറഞ്ഞത് മുട്ടിച്ച് വെക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഫംഗൽ, ഈ ചെറിയ ചെറിയ ബാക്ടീരിയ, അങ്ങനത്തെ പുഴുക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് മുട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താവും, ചുമരക്കൂടി അടിച്ച് കയറിയിട്ട് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി ആ ക്ലോസറ്റിലേക്കൊക്കെ എത്തും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എഞ്ചിനീയർ പറഞ്ഞത് മാക്സിമം പുറത്തേക്ക് ഇടാനാണ് പറഞ്ഞത്. നമുക്കിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് ഗ്യാപ്പിട്ടിട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബാക്ടീരിയയും കാര്യങ്ങളൊന്നും പൈപ്പിൻ്റെ കൈ കൂടി കയറി വരില്ല. കാരണം കുറച്ച് ഇതിപ്പോൾ ഏകദേശം സ്ലോപ്പ് എന്ന് പറയണതേ ഈ പൈപ്പിൽ നിന്ന് ഏകദേശം ഒരു 1.5 ഇഞ്ചോളം നമ്മൾ താത്തിയിട്ടാണ് ആ പൈപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളം എപ്പോഴും പൈപ്പിൽ മുട്ടി നിൽക്കാൻ പാടില്ല. കുറച്ച് ഒരു 1.5 ഇഞ്ചോളം മാക്സിമം സ്ലോപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാം കേട്ടോ. ഒരുപാട് സ്ലോപ്പ് ഇടരുത്. കാരണം ഒരുപാട് സ്ലോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സെപ്റ്റി ടാങ്കിൻ്റെ യൂസേജ് പോകും. കാരണം ഇവിടെ ഏകദേശം 10 അടി വരുന്ന ഒരു സെപ്റ്റി ടാങ്കാണ്. 10 അടി എന്ന് പറയുമ്പോൾ ഒരു വീടിൻ്റെ വാർപ്പിൻ്റെ ഹൈറ്റ് വരുന്ന സെപ്റ്റി ടാങ്കാണ്. അത്രയും വലുപ്പത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തറ പറയുന്നത് ഈ സംഭവം വേസ്റ്റ് കംപ്ലീറ്റ് ഈ മെയിൻ ഹോളിൽ നിന്ന് നേരെ വീക്ക് വരും. ഇതിൽ വന്നിട്ടുണ്ടാവും ഈ വേസ്റ്റ് നേരെ പൊങ്ങി നിൽക്കും. നമ്മൾ സാധാരണ വേസ്റ്റ് പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ താഴ്ഭാഗത്തേക്ക് അലിഞ്ഞു പോകും, ബാക്ടീരിയ തിന്നിട്ട് അലിഞ്ഞു പോകും. അത് കഴിഞ്ഞ് പുള്ളിലേക്ക് പോയിട്ട് ഇത് ഒരു കുഴമ്പ് രൂപത്തിലായിട്ട് അതിന് വെള്ളം മാത്രം ഉണ്ടാവും ഈ ഫിറ്റിലേക്ക് പോകും. അത് ഈ ഫിൽട്രേഷൻ ചെയ്ത വെള്ളം മാത്രം ഇതിലേക്ക് പോയിട്ട് ഇതിൻ്റെ ഔട്ട് എടുത്തിട്ടാണ് നേരെ അവിടെ ഒരു കുഴി വരുന്നത്. ഇവിടെ ഏകദേശം ഒരു 2 റിങ്ങോളം ഇറക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ഓട്ടും പൊട്ടും കാര്യങ്ങളും സ്റ്റീം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പാക്ക് ചെയ്യും. ഇത് നേരെ അവിടെ നിന്ന് 4 ഇഞ്ച് പൈപ്പ് ഔട്ട് നേരെ ഇട്ടിട്ട് ചെയ്ത് കേട്ടോ. പിന്നെ 4 ഇഞ്ച് അവിടെ നിന്ന് നേരെ ഔട്ട് വരുന്നുണ്ട്. അവിടെ 45 വന്നിട്ട് നേരെ എനിക്ക് കണ്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വട്ടം ഏകദേശം പറയണത് 4 അടിയോളം അതിൻ്റെ റിങ്ങിൻ്റെ വട്ടം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കരിങ്കല്ലുകൊണ്ട് എടുക്കാം, കെട്ടുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ വെച്ച് സ്ക്വയറിൽ ഇട്ടിട്ട് അതിൽ ബാക്കിയുള്ള ഭാഗം ഫില്ല് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളത്തിൻ്റെ നിൽക്കുന്ന ലെവലേ ഇതിൽ മൊത്തം വെള്ളം സ്റ്റോറേജ് ആയിരിക്കും. 1, 2, 3ലും വെള്ളം സ്റ്റോറേജ് ആവും. ഈ വെള്ളം നിൽക്കുന്ന സമയം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഫുള്ള് വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നിറച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു കോപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ കോപ്പ് വെള്ളം ഇതിൻ്റെ ഔട്ടിലേക്ക് തന്നെ പോകണം. അങ്ങനെ ഇതിൻ്റെ സ്ലോപ്പിൻ്റെ സിസ്റ്റം ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 4 ഇഞ്ച് പൈപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന 5 ഇഞ്ച് പൈപ്പാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത്. 3 അറയാണ് ടോട്ടലായിട്ട് സെപ്റ്റി ടാങ്ക് വരിക. അതിൻ്റെ ഔട്ട് നേരെ വേറെ ഭാഗത്തേക്കും വരും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ചെറിയൊരു കാര്യമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. പിന്നെ ഇത് നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ ഇത് നിറഞ്ഞു കഴിഞ്ഞത് വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ പോലെ പറഞ്ഞ പോലെ ഒരു 1.5 അടിയിൽ ഒരു സ്ക്വയർ ഇടുക. എന്നിട്ട് നമുക്ക് ഈ ഇരുമ്പിൻ്റെ ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നിലും അവിടെ കണ്ടോ ഒരു സ്ലാബ് കൂടി കിടക്കണ്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് 2 സൈഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ഇതിൽ വേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ നമുക്ക് ഇത് വെക്കണ്ടുള്ളൂ. ഈ 2 അറയിലാണ് വേസ്റ്റ് നിറഞ്ഞ് നിൽക്കുക. ഈ 2 അറയിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ മോട്ടർ അടിച്ചിട്ട് ഇത് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതിനാണ് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഇതിട്ട് മൂടിയിരിക്കുന്നത് കേട്ടോ. സ്ലാബ് ഇട്ട് 2 ഗ്യാപ്പ് ഇട്ടിട്ട് മൂടിയിരിക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്നിട്ട് അത് ചെയ്ത് വേസ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ എന്തായാലും നമുക്കിനി സെപ്റ്റി ടാങ്കിൻ്റെ ബാക്കി മെയിനുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്ന വീഡിയോ എന്തായാലും നമ്മൾ യൂട്യൂബിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ. ഹാരിസ്.